പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി തിങ്കളാഴ്ച 10,000ങ്ങളെ വരവേൽക്കാൻ ഒരുങ്ങി ഗുരുഭവനപുരി. വൃശ്ചികത്തിലെ വെളുത്ത ഏകാദശിയായാണ് ഗുരുവായൂർ ഏകാദശി ആഘോഷിക്കുന്നത്. ദേവഗുരുവും വായുദേവനും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയത് ഏകാദശി നാളിലാണെന്നാണ് വിശ്വാസം. അതുകൊണ്ടുതന്നെ ഈ ദിനം പ്രതിഷ്ഠാ ദിനമായും ആചരിക്കുന്നു. ഗീതാദിനവും ഇതേ ദിവസമാണ്. ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്നത് ഏകാദശിക്കാണ്. ക്ഷേത്രവും ക്ഷേത്രനഗരിയിലെ സ്ഥാപനങ്ങളും ദീപാലങ്കൃതമായതോടെ രാത്രിയെ പകൽ പോലെയാക്കിയിരിക്കുകയാണ്. രാപ്പകൽ ഇടതടവില്ലാതെ ഭക്തസഹസ്രം ഗുരുവായൂരിലേക്ക് ഒഴുകുകയാണ്. രാത്രിയിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. ക്ഷേത്ര പരിസരം വഴിയോര കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കിഴക്കേ നടയിൽ കാർണിവലും ഒരുങ്ങുന്നുണ്ട്. ക്ഷേത്രത്തിൽ ഒരു മാസമായി നടന്നുവന്നിരുന്ന ചുറ്റുവിളക്ക് ആഘോഷങ്ങൾക്ക് ഏകാദശിയോടെ സമാപനമാകും. തിരക്ക് കണക്കിലെടുത്ത് ക്ഷേത്രത്തിൽ ദർശന ക്രമീകരണമുണ്ടാകും. ക്ഷേത്രത്തിനകത്തും പുറത്തും വൺ വേ സംവിധാനത്തിലൂടെയാണ് ഭക്തരെ കടത്തിവിടുക. സുരക്ഷയ്ക്കായി 100 പോലീസുകാരെ അധികം നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം സിറ്റി പോലീസ് കമ്മീഷണർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അരിഭക്ഷണം വെടിഞ്ഞ് വ്രതം നോറ്റെത്തുന്നവർക്ക് ദേവസ്വം ഏകാദശി പ്രസാദവൂട്ട് നൽകും. ഏകാദശി ദിവസം രാത്രി 12 മണി മുതൽ രാവിലെ ക്ഷേത്രനട അടയ്ക്കുന്നതുവരെ ഭക്തർ കൂത്തമ്പലത്തിൽ ദ്വാദശി പണം സമർപ്പിക്കും. ബുധനാഴ്ച ത്രയോദശി ഊട്ടോടെ ഏകാദശി ചടങ്ങുകൾ സമാപിക്കും.